കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു വോയിസ് ഇടാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല, ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞായിരുന്നു. അപ്പോൾ അതിന് മുൻപ് ഞാൻ നട്ടിരുന്ന പച്ചക്കറിയിൽ കുറച്ച് പച്ചക്കറിയുടെ വേസ്റ്റ് ബാലൻസ് ഒന്നത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലൊരു ചെറിയ തൈ മുളച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനൊരു വള്ളി കെട്ടിക്കൊടുത്ത് പന്തലേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ പൂവൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ആക്സിഡൻ്റൊക്കെ കഴിഞ്ഞ് ഞാൻ നടക്കുന്ന സമയമായപ്പോഴത്തേനും ഇതിൽ പൂവ് വിരിഞ്ഞു തുടങ്ങി. അപ്പോൾ ഞാനത് ഗൂഗിളൊന്ന് സെർച്ച് ചെയ്ത് നോക്കി. അപ്പോഴാണ് നമ്മൾ ഈ കാണുന്ന ബീൻസാണ് ഇതെന്ന് എനിക്ക് മനസ്സിലായത് കേട്ടോ. ഞാൻ അതിന് നല്ലപോലെ വളമൊക്കെ ഇട്ട് കൊടുത്ത് ശുശ്രൂഷിച്ച് കൊണ്ട് നടന്നത് കൊണ്ട് ദേ ഈ കാണുന്ന ബീൻസ് നമുക്ക് ഉണ്ടാക്കി കിട്ടി. അപ്പം നമ്മുടെ തൃശ്ശൂരിലാണ് കേട്ടോ ഈ ബീൻസ് ഉണ്ടായിരിക്കുന്നത്. അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ബീൻസിൻ്റെ അതേ വലിപ്പമുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ഉണ്ടാവുന്നുണ്ട്. ഒരു കൊലയിൽ തന്നെ 2-3 എണ്ണമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നമ്മുടെ ഒരു കുഞ്ഞി കറിക്ക് ആവശ്യമായിട്ടുള്ളത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒരു 3-4 കട ബീൻസ് മതി. അതും നമ്മൾ പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അത്യാവശ്യം മൂപ്പെത്തിയിട്ടുള്ള ബീൻസ് ഇട്ട് മുളച്ച് വിത്താണ് കേട്ടോ ഇത്. ഇത് ഞാൻ ഇട്ടതല്ല, തന്നെ മുളച്ചതാണേ.